ലുലു ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. മരുഭൂമി മറ്റൊരു വനാന്തരമാണ് മണൽക്കാട്. ആരോരുമില്ലാത്ത ഭീതിജനകമായ വലിയ കാട്. അവിടെ ഒറ്റയ്ക്ക് കഴിയുക എന്നത് ഭയാനകമായ ഭീതി ഉളവാക്കുകയും മാനസികമായി തകരുകയും ചെയ്യുന്ന വല്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ ഒരു ദുർഘട പരിസ്ഥിതിയിൽ താമസിക്കാനിടമില്ലാതെ, ഭക്ഷണമില്ലാതെ, ഉറക്കമില്ലാതെ, നിസ്സഹായതയുടെ പടുകുഴിയിലായ ഒരു മലയാളിയെക്കുറിച്ചാണ് ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. സമകാലിക മരുഭൂമിയിലെ നിലവിളികളിൽ ഒന്ന്. സൗദി അറേബ്യയിലെ ജിസാൻ പ്രവിശ്യയിലെ ഈ മനുഷ്യൻ പറയുന്ന അനുഭവങ്ങൾ കണ്ണീരോടെ മാത്രമേ കേൾക്കാനും കാണാനും കഴിയുകയുള്ളൂ. സമകാലിക മരുഭൂമികളിലെ നിലവിളികളിൽ ഒന്നു മാത്രം. തിരുവനന്തപുരം വർക്കല സ്വദേശി റിച്ചാർഡ് ഫെർണാണ്ടസ് പറഞ്ഞു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. തിരുവനന്തപുരം ഡിസ്ട്രിക്ട് വർക്കലയാണ് സ്ഥലം. ഇപ്പൊ വീട്ടില് ഭാര്യയും 2 മക്കളും ഉണ്ട്. ഒരു മകളെ കെട്ടിച്ചു വിട്ട്. ആ മകളെ കെട്ടിച്ചു വിട്ടുള്ള കടമാണ് എനിക്ക് ഇപ്പോൾ 4 ലക്ഷത്തോളം ബാങ്കിൽ, അവിടെ ഒരു സഹകരണ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തേക്കുന്നത്. അതിപ്പോൾ ഡേറ്റ് കഴിഞ്ഞതിന്റെ പേരിൽ ഞാൻ അയക്കുന്ന പൈസ എല്ലാം പലിശയ്ക്ക് പോകാനേ കൊടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ 4 മാസം പൈസ അയക്കുന്നുമില്ല. അപ്പൊ അവരും വീട്ടിൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ആള് നാട്ടിൽ വാ, നാട്ടിൽ ഒന്ന് ജപ്തി, അല്ലെ നിങ്ങൾക്ക് വീടും പരിപാടിയും വേണ്ടേ, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം, ആള് നാട്ടിൽ ഒന്ന് ഇത് പുതുക്കി വെക്കും. നാട്ടിൽ പോകണമെങ്കിൽ എന്നെ കയറ്റിവിട്ടെങ്കിൽ എനിക്ക് പോകാൻ പറ്റൂ. ഇതും ഒരു മനുഷ്യനാണ്, നമ്മളെപ്പോലെ സാമാന്യ രീതിയിൽ ജീവിക്കേണ്ടിയിരുന്ന ഒരാൾ. ആ മനുഷ്യനിങ്ങനെ ജീവിച്ചുകൂടാ എന്നത് ഏതൊരു മലയാളിയുടെയും ആത്മാഭിമാനത്തെയും മൗലികമായ അവകാശത്തെയും ബാധിക്കുന്ന കാര്യമാണ്. റിച്ചാർഡ് എന്ന ഈ മലയാളി, അയാൾ തന്റെ കീഴിൽ നിന്നും ഓടിപ്പോകാതിരിക്കാൻ സ്പോൺസർ ഒരു ഈജിപ്ത് സ്വദേശിയെ നിയോഗിച്ചിട്ടുണ്ട്. അയാളുടെ പണി റിച്ചാർഡിനെ നിരീക്ഷിക്കലാണ്. കൊടുംചൂടിൽ AC ഇല്ല, തുറന്ന ഷെൽട്ടറിൽ വെള്ളവും ഭക്ഷണവുമില്ല. വിദഗ്ധ ജോലിക്കാരനായ റിച്ചാർഡിന്റെ പക്കൽ പാസ്പോർട്ട് ഇല്ല, അത് സ്പോൺസർ വശം. ഇഖാമ ഇല്ലാത്തതിനാൽ പുറത്ത് പോകാനാവില്ല. 4 മാസമായി ശമ്പളവുമില്ല. റിച്ചാർഡിന്റെ കാര്യം പരമദയനീയമാണ്. നല്ല വിദഗ്ധനായ തൊഴിലാളിയാണ് റിച്ചാർഡ്. വെൽഡിങ്ങും മറ്റും നന്നായി അറിയും. പക്ഷെ എത്തിയത് നരകയാതനയിലും. 4 മാസത്തേക്ക് ഭക്ഷണം കഴിക്കാൻ കൊടുത്തത് 500 റിയാൽ മാത്രം. അതുകൊണ്ട് കഴിയുകയാണ് ഈ പാവം മനുഷ്യൻ. അതിനുള്ള ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു. കാര്യമായി എനിക്ക് കിടക്കാൻ സൗകര്യമില്ലാണ്ട് ഭക്ഷണത്തിന് തന്നെ ബുദ്ധിമുട്ടായിരുന്നു. ഭക്ഷണമൊന്നും കഴിക്കാൻ, ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഒരു അച്ചാറ്, ഒരു മോര്, ഇത് വെച്ചാണ് ചോറും വെച്ചാൽ അത് വെച്ചാണ് എത്ര നാൾ വെച്ചാൽ അത് കഴിക്കും. അവസാനം എനിക്ക് ഭ്രാന്തി സൂസൈഡ് ചെയ്യാനൊക്കെ ഞാൻ ഒരുങ്ങി കിടഞ്ഞു. എനിക്ക് അത്രയ്ക്ക് പ്രശ്നമായിപ്പോയി. പാമ്പും മറ്റു ഇഴജന്തുക്കളും ഷെൽട്ടറിൽ ഇഴഞ്ഞു വരുന്നു. പട്ടികളും മറ്റും സ്ഥിരതാമസമുള്ള ഷെൽട്ടർ. റിച്ചാർഡും ഈജിപ്ത് സ്വദേശിയും കഴിയുന്നത് ഇവിടെയാണ്. എങ്ങനെ ഉറങ്ങും? ഉറക്കം വരും. ഭക്ഷണം ആകെ കിട്ടുന്നത് കുബൂസ് മാത്രം, അത് കഴിക്കാനിടമില്ല. ഇതെന്തൊരു ജീവിതം എന്ന് ആലോചിച്ച് പോകും വിധം കഠിനതരമാണ് അനുഭവങ്ങൾ. എന്തു ചെയ്യും എന്ന് ആലോചിച്ച് കരഞ്ഞുകൊണ്ട് രാപ്പകൽ കഴിയുകയാണ് റിച്ചാർഡ്. രക്ഷപ്പെടാൻ വഴികളില്ല. കാവൽക്കാരനായ ഈജിപ്ത് സ്വദേശി എപ്പോഴും. മാത്രവുമല്ല, ഈ മരുഭൂമിയിൽ ആര് എങ്ങനെ രക്ഷപ്പെടുത്തും? കഴിഞ്ഞ ചില എപ്പിസോഡുകളിൽ ഞങ്ങൾ പറഞ്ഞതുപോലെ മറ്റൊരു മലയാളി റിച്ചാർഡ്. കട്ടിങ്ങും വെൽഡിങ്ങും ഫാബ്രിക്കേഷൻ തൊഴിലും വിദഗ്ധമായി പഠിച്ചു വന്ന മലയാളി. ഭാര്യയും മക്കളും നാട്ടിൽ. പലതരം കടങ്ങൾ പെരുകുകയാണ്. കടം വാങ്ങിയവർ വീട്ടിലേക്ക് എത്തി തുടങ്ങി. എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്ന രീതിയിൽ ഗൾഫിലേക്ക് പുറപ്പെട്ടതാണ് വല്ലതും സമ്പാദിക്കാൻ. എന്നാൽ റിച്ചാർഡിന്റെ കാര്യം ഇങ്ങനെ. സമ്പാദിക്കാൻ പോയിട്ട് ജീവിക്കാൻ പോലും പണമില്ലാത്ത അവസ്ഥ. താമസം കണ്ടില്ല, എന്ത് താമസം. ഇതാ ഞാൻ റോഡിലാണ്, ആദ്യം റോഡിലാണ് കിടന്നത്. റോഡിൽ നിന്നാണ് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് മാറിയേക്കുന്നത്. അത് റോഡിലാണ് കിടന്നത്, റോഡിൽ നിന്നാണ് ഇങ്ങോട്ട് മാറി. ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം വാങ്ങാൻ ഇവിടെ ഒരു സൗകര്യമില്ല. ഇവിടെ ഒരു രാത്രി ആയിക്കഴിഞ്ഞാൽ ഞാൻ എന്റെ കൂടെ ഒരു മസ്രി അല്ലാണ്ട് വേറെ ഈ ഏരിയയിലൊന്നും ആരുമില്ല. ഈ ഏരിയയിലെ ആരും, ഇതൊരു വിജനമായ സ്ഥലമാണ്. കുറെ വർഷാപ്പുകൾ കെട്ടിയിട്ടിട്ടുണ്ടെന്നുള്ള ഇവിടെയൊന്നും ആരും വർക്ക് തുടങ്ങിയ ഒന്നുമില്ല. വെറുതെ ഇങ്ങനെ ഷഡ്ഡുകൾ കെട്ടിയിട്ടേക്കുന്നല്ലാണ്ട് ഞാൻ ഇവന് മാത്രം രാത്രി ആകുമ്പോഴത്തെ വേറെ ആരും ഈ ഏരിയയിലില്ല. റിച്ചാർഡ് ആത്മഹത്യക്ക് ശ്രമിച്ചത് അത് തെറ്റാണെന്ന് നിയമപരമായി നമുക്ക് പറയാം. ആത്മഹത്യ കുറ്റകരമാണ് എവിടെയും. എന്നാൽ ഒന്ന് ആലോചിച്ചു നോക്കുക. ഇങ്ങനെ ഒരു മാനസിക ശാരീരിക അവസ്ഥയിൽ ഒന്നുകിൽ സമനില തെറ്റി ഭ്രാന്തായി പോകും, അല്ലെങ്കിൽ വേറെ എന്തു വഴി എന്ന് തീരുമാനിച്ചു പോകും. കുറ്റകരമാണ് ഇങ്ങനെയൊക്കെ മനുഷ്യരെ കൊല്ലാക്കൊല ചെയ്യുന്നത്. റിയാദ് കേളി എന്ന സാംസ്കാരിക സാമൂഹ്യ സംഘടനാ പ്രവർത്തകർ ഇല്ലായിരുന്നുവെങ്കിൽ റിച്ചാർഡിന്റെ ജീവിതം മറ്റു വല്ലതും ആയിപ്പോകുമായിരുന്നു.
നമുക്ക് അവിശ്വസനീയമാണ് ഇതൊക്കെ, പക്ഷേ ഇത് തികച്ചും യാഥാർത്ഥ്യവുമാണ്. റിച്ചാർഡ് ഒരിക്കൽ തീരുമാനിച്ചു, മതി ഈ ജീവിതമെന്ന്. അങ്ങനെ ആത്മഹത്യക്ക് ശ്രമിച്ചു. കാര്യം തരുമോ, അവൻ എന്റെ കയ്യിൽ നിന്ന് 4 മാസം ശമ്പളം തന്നെന്നും പറഞ്ഞ് മേടിച്ചോണ്ട് പോയിട്ട് അവൻ പിന്നെ എന്റെ അടുത്ത് പറഞ്ഞ റിയാദിന് നിന്നെ കൊണ്ടുവന്നു. എനിക്ക് ആ പണങ്ങൾ ടെൻഷൻ, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെ. എനിക്ക് ഒരു പെൺകുട്ടി ഇരിക്കുന്നു, എനിക്ക് അതിനെ കൂടെ അയച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത്രയും വിഷമം ഉണ്ടാവില്ല. ഒരു പെൺകുട്ടിയോട് എനിക്കിരിക്കുന്നു, അതിനെ മാന്യമായിട്ട് അയക്കണമല്ലോ. അത് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം. മൂത്ത പെൺകുട്ടിയുടെ വിവാഹത്തിന് പണമില്ലാതെ വന്നപ്പോൾ ബാങ്കിൽ നിന്നും വായ്പ എടുത്തു, 4 ലക്ഷം രൂപ. അതിന്റെ തിരിച്ചടവ് കുറെ മാസങ്ങളായി ചെയ്യാത്തതിനാൽ ജപ്തി നോട്ടീസ്. 4 മാസമായി ആകെ സ്പോൺസർ നൽകിയത് 500 റിയാൽ മാത്രം, അതും ജീവിക്കാനുള്ള തുക. എങ്ങനെ നാട്ടിലേക്ക് പണമയക്കും? രണ്ടാമത്തെ മകൾ MLTക്ക് പഠിക്കുന്നു. വീടും 18 സെന്റ് സ്ഥലവും ബാങ്ക് വായ്പക്കായി ജാമ്യം വെച്ചു. അതിപ്പോൾ പ്രശ്നത്തിലാണ്. ഇവിടെ നിൽക്കണ്ട, എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് പോയേ പറ്റൂ. പക്ഷെ അത് പറഞ്ഞപ്പോൾ സ്പോൺസർ ആവശ്യപ്പെട്ടത് 10,000 റിയാൽ. എങ്ങനെ നൽകും? ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഛർദിയാണ്. ചുറ്റും അത്രയും വൃത്തികെട്ടത്. സമീപത്തൊന്നും കടയില്ല. നമ്മൾ ഈ ഇന്ത്യ വിട്ട് ഇവിടെ വരുന്നതിനാണ്. നമ്മുടെ കുടുംബം നോക്കണം, നമ്മുടെ കുടുംബം നന്നാവണം എന്നുള്ള ഒറ്റ ചിന്താഗതി. ഈ 52ാമത്തെ വയസ്സാണ്. ഈ വയസ്സുകാലത്ത് ഞാൻ ഇവിടെ വന്ന് കിടക്കുന്നത്. എനിക്കൊരു ആൺകുട്ടി ഉണ്ടത് ഞാൻ വരികയില്ലായിരുന്നു. ആൺകുട്ടി 2 പെൺകുട്ടികളായിപ്പോയി. പെൺകുട്ടികളെ എനിക്ക് കളയാൻ പറ്റുമോ? അതിനിടയിൽ സ്പോൺസർ ഒരു വെള്ളക്കടലാസിൽ ഒപ്പിടിവിപ്പിച്ചു. മരുഭൂമിയിൽ നിന്നും ചാടിപ്പോകാതിരിക്കാനുള്ള ബാധ്യത ഉണ്ടാക്കലായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഒപ്പിടിവിപ്പിക്കൽ. എന്താണ് ആ വെള്ളക്കടലാസിൽ എഴുതിയതെന്ന് റിച്ചാർഡ് ചോദിച്ചപ്പോൾ ശമ്പളം തരാനാണെന്നാണ് സ്പോൺസർ മറുപടി പറഞ്ഞത്. റിച്ചാർഡ് വീണ്ടും ചോദിച്ചപ്പോൾ റിയാദിൽ നിന്നും തിരികെ വന്ന് ശമ്പളം തരാമെന്ന് പറഞ്ഞു പോയി. പക്ഷേ ഇതുവരെ കിട്ടിയില്ല. ലെറ്റർ പാഡിനകത്ത് മോഡിൽ എന്തോ എഴുതി അറബില്, താഴെ കുറച്ച് വിട്ടിട്ട് എന്റെ അക്കാമ നമ്പർ എഴുതി എന്റെ പേര് അടിയിൽ എഴുതിയിട്ട് എന്നെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചു. വേറൊന്നും എഴുതിയിട്ടില്ല. അത് എന്തോ ചെയ്യുന്നത് എനിക്കറിയാം. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചത് എന്താന്ന് ചോദിച്ചാൽ അത് നീ സൈൻ ചെയ്ത് കുഴപ്പമൊന്നുമില്ല, നിന്റെ ശമ്പളത്തിന്റെയാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നീ ശമ്പളം തന്നില്ലല്ലോ, സൈൻ ചെയ്തിട്ട് ശമ്പളം മേടിച്ചോ? അപ്പൊ നമ്മള് അത്രയ്ക്കൊന്നും ഒരു വിശ്വാസക്കേട് കാണിക്കുന്ന മോശമല്ലേ? അങ്ങനെ ഞാൻ സൈൻ ചെയ്ത് ശമ്പളം ചോദിച്ചാൽ പറഞ്ഞു ഞാൻ അറിയാതെ പോയിട്ടൊന്ന് നോക്കാന്ന്. തന്റെ കീഴിൽ നിന്നും റിച്ചാർഡ് രക്ഷപ്പെടാതിരിക്കാൻ വേണ്ടി നിയോഗിച്ച കാവൽക്കാരനായ ഈജിപ്ത് സ്വദേശിയുടെ കാര്യവും മറ്റൊന്നല്ല. അയാൾക്കും റിച്ചാർഡിന്റെ അവസ്ഥ തന്നെയാണ്. 4 മാസമായി ഈ കാവൽക്കാരനും ശമ്പളമില്ല. റിച്ചാർഡും സ്പോൺസർ നിശ്ചയിച്ച കാവൽക്കാരനും ഒന്നിച്ച് പട്ടിണി കിടക്കുകയാണ്. ആര് ആരെ പരിരക്ഷിക്കും? അല്ലെങ്കിൽ കാവൽക്കാരൻ ആര് എന്ന ചോദ്യം അറിയാതെ. أنا إقامة يمكن لي 3 شهر ودروك أو 4 شهر ما حصل إقامة يشيلها الكفيل. شيلت الكفيل من عندكم؟ هو شيل الكفيل ما يعطينا إقامة. ما في بطاقة ولا أي شيء موجود؟ لا ما في صورة بعد؟ لا. كم سنة أنت في شغل هو أساسا؟ أنا ممكن لسه ما يقفل 2 سنة. റിച്ചാർഡിന്റെ കാവൽക്കാരനായി സ്പോൺസർ നിശ്ചയിച്ച ഈജിപ്ത് സ്വദേശിയുടെ കാര്യം പരിതാപകരം തന്നെയാണ്. അയാൾക്കും തിരികെ പോകണം. പക്ഷേ എങ്ങനെ? റിച്ചാർഡിന്റെ ദുരിതങ്ങളിൽ ഇയാളും പങ്കുചേരുകയാണ്. ഒരു നിയോഗം കണക്കെ. ആരെ കാവൽ നിർത്തും എന്നറിയാതെ. ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെട്ടതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുന്ന സന്ദർഭത്തിലാണ് രാജേട്ടന്റെ ഈ ദൈന്യത വിവരിക്കുകയും അപ്പോഴാണ് നമ്മളിതിന്റെ ശരിക്കുള്ള ഒരു ഭീകരത നമ്മൾ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നത്. ഒരു സിമന്റ് പോലും മെഴുകാത്ത ഒരു തറയിലാണ് രാജേട്ടൻ കിടക്കുന്നത്. ഒരു AC മാത്രം വെച്ച് അതിന്റെ മുന്നിൽ രാജേട്ടൻ കിടക്കുന്നത് യഥാർത്ഥത്തിൽ ചങ്ക് തകരുന്ന ഒരു രംഗമാണ്. അത് കണ്ടപ്പോൾ നമുക്ക് അനുഭവവേദ്യമാവുന്നത്. ഞങ്ങൾ ഈ അനുഭവം ഇവിടെ പറയുന്നത് ഇതൊരു മാനുഷിക പ്രശ്നം എന്ന രീതിയിലാണ്. കടൽ കടന്നെത്തുന്ന ദുരിത പർവ്വങ്ങളിലൂടെയുള്ള യാത്രകൾ, ഈ മനുഷ്യരുടെ നഷ്ടപ്പെടുന്ന ദിനരാത്രങ്ങൾ